Hi guys, Hi. this video is dedicated to the advanced learners of English language. So if you are an advanced learner of English language, stay tuned. We are going to reveal something really important that you might not know, right? Probably. So എനിക്കൊരു കോൾ വന്ന പെട്ടെന്ന് ഞാനാണെങ്കിൽ നമ്മുടെ സലോണിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോൾ എടുക്കുകയാണ്, മുടി വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും, എങ്ങനെ പറയും? ഞാൻ മുടി വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm having my hair cut. Yes, you heard it right. I am having my hair cut. Okay. ഞാൻ എൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വീട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരാളെ കൊണ്ട്. അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ ഐ എം ക്ലീനിങ് ദ ഫ്ലോർ, ഐ എം ക്ലീനിങ് മൈ ഹൗസ്. അപ്പൊ ഞാൻ തന്നെ മുടി വെട്ടുകയെന്ന് പറയുമ്പോൾ ഐ എം കട്ടിങ് മൈ ഹെയർ. വി ഓൾ നോ ദാറ്റ്, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാതെ. പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഐ എം ഹാവിങ് മൈ ഹൗസ് painted. യെസ്, ഞാൻ എൻ്റെ വീട് പെയിന്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം having my house cleaned. യെസ്, ഐ എം ഹാവിങ് മൈ ഹൗസ് ക്ലീൻഡ്. ഞാൻ എൻ്റെ മുടി വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm having my hair cut. യെസ്, ഞാൻ എൻ്റെ കാർ റിപ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm having my car repaired. യെസ്, അപ്പൊ ഐ എം ഹാവിംഗ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒബ്ജക്റ്റ് എന്താണോ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഐ എം ഹാവിംഗ് മൈ കാർ repaired. അവിടെ V3 form of the verb ആണ് ഉപയോഗിക്കുന്നത്. Third form of the verb, past participle. All right, I'm having my house painted. I'm having my hair cut. Yes, അപ്പോൾ അവൻ മുടി വെട്ടിച്ചുകൊണ്ടിരിക്കാനേ പറയും he is having his hair cut. All right, അവൾ അവളുടെ വീട് പെയിന്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. She is having her house painted. Okay, practice this well so it will be easier for you to use it in a real life context. Thank you so much for watching.